മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ കാര്യം നിങ്ങൾക്കറിയാം. പ്രൈം ടൈമിലേക്കാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ക്ഷമിക്കുക. കൽപ്പറ്റ പൊന്നടയിൽ നിർമ്മിക്കുന്ന വീടിന് ടി സിദ്ദിഖ് MLA തറകല്ലിട്ടു. തൃശ്ശൂർ ചാലക്കുടി സ്വദേശികളാണ് 11 സെൻറ്റിൽ 30 ലക്ഷം രൂപയുടെ 1500 ചതുരശ്ര അടിയിൽ ഒരു വീട് നിർമ്മിച്ച് ശ്രുതിക്ക് നൽകുന്നത്. പ്രൈം ടൈമിൽ അടുത്തതായി നമുക്ക് ഈ നല്ല വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ അതിജീവന മുഖമാണ് ശ്രുതി. ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു. ചേർത്തു പിടിച്ച ജൻസനെ വാഹനാപകടവും കവർന്നു. പൊന്നടയിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത്. ഇതിനായി 11 സെന്റ് ഭൂമി മരിയ ജോസ്ദാസ് ബീന ദമ്പതികൾ സംഭാവനയായി നൽകി. ചാലക്കുടി ടൈം ന്യൂസ് എന്ന മാധ്യമ സ്ഥാപന ഉടമകളായ ഇനോക് ജോസഫും ഡെനീഷ് ഡേവിസും ചേർന്നാണ് ഇവിടെ വീട് നിർമ്മിക്കുന്നത്. അവിടെ വയനാട്ടിൽ വന്ന് ജെൻസന്റെ ന്യൂസ് കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നാട്ടുകാരോട് സംസാരിക്കുകയും അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ശ്രുതിക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ടെന്നും ശ്രുതിക്ക് ഇപ്പോൾ മറ്റാരും ഇല്ലെന്നുള്ളൊരു കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തിയത്. നമ്മൾ ന്യൂസ് ചാനലിന് വേണ്ടി കരുതി വെച്ച കുറച്ച് എമൗണ്ടും വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ നമ്മൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ശ്രുതിയുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ MLA ടി സിദ്ദിഖ് വീടിനെ തറക്കല്ലിട്ടു. ചടങ്ങിന് സാക്ഷിയാകാൻ ശ്രുതിയും എത്തിയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി ഇവർ ചെയ്തതിന് വലിയൊരു ഉപകാരമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ സന്തോഷം. 120 ദിവസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതി. ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. കഴിഞ്ഞ 10-ന് കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ കൂടിയായ ജൻസനും മരിച്ചിരുന്നു. 24 വയനാട്.